Congress Party Zindabad! 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 Congress Party Zindabad! അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സമരപരന്മാർക്ക് അഭിവാദ്യങ്ങൾ സമരപരന്മാർക്ക് അഭിവാദ്യങ്ങൾ പോരാട്ടം ഇത് പോരാട്ടം പോരാട്ടം ഇത് പോരാട്ടം അനീതിക്കെതിരെ പോരാട്ടം പോരാട്ടം ഇത് പോരാട്ടം അനീതിക്കെതിരെ പോരാട്ടം National Congress Zindabad! Youth Congress Zindabad! പോരാട്ടം ഇത് പോരാട്ടം പോരാട്ടം ഇത് പോരാട്ടം പോരാട്ടത്തിൽ നാളുകളെ പോരാട്ടത്തിൽ നാളുകളെ ഞങ്ങളെയായ നയിച്ചവരെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് അവരോടൊപ്പം വിജയ വിനോദ് മുഴുവൻ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഈ അർദ്ധരാത്രി 3 മണിക്കും ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയെ അത്രയധികം നെഞ്ചിലേറ്റുന്ന കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരാണ്. എത്രയോ വനിതാ നേതാക്കന്മാരാണ്, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, ജനപ്രതിനിധികളാണ് ഇവിടെ ഈ 3 മണി സമയം വരെ ഇവിടെ എത്തിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് ഒരു കുടുംബം തന്നെ വന്നിരിക്കുകയാണ്. കാരണം ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. ഈ ജനവിരുദ്ധമായിട്ടുള്ള ഈ നടപടികളുമായി പോകുന്ന ഈ കേരളത്തിലെ സമ്പത്ത് മുഴുവൻ ദൂർത്തഴിക്കുന്ന പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തെരുവിൽ നേരിടുന്ന പിണറായി വിജയന്റെ ഗുണ്ടകളെ പോലെയായ പോലീസിനെതിരായി കോൺഗ്രസ് നടത്തുന്ന അതിശക്തമായിട്ടുള്ള സമരവും പോരാട്ടവും ആ പോരാട്ടം ഇതിനേക്കാൾ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നാളെ പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ അവസാന ദിവസമാണ്. പിണറായി വിജയന്റെ ഒടുക്കത്തെ ജാഥയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. ഇതുപോലെ തകർത്ത ഈ സർക്കാരിനെതിരെ, ഈ ഭരണാധികാരിക്കെതിരെ കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിരോധവുമായിരിക്കും ഞങ്ങൾ തീർക്കുക. ഈ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ചുണക്കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ അർദ്ധരാത്രി 3 മണി വരെ വന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതേ സമയം വരെ ഈ സമരത്തോടൊപ്പം ഇവരെല്ലാവരും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, അവരുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ അവിടെ ഓടിയെത്തുന്ന ജനപ്രതിനിധികളാണ്. അതിനോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാവരും ഈ സമയം വരെ നിന്ന് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം തുടരും. ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് സർക്കാർ ഓർമ്മപ്പെടുത്തുന്നു. അവസാന വാക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ എല്ലാം ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ, നിയമവ്യവസ്ഥിതികളുണ്ട്. ആ നിയമവ്യവസ്ഥിതികളെയാണ് ഞങ്ങൾ മാനിക്കുന്നത്, അതിനെയാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.